5 മുതൽ മേലോട്ടേക്കുള്ള ക്ലാസ്സിലെ വിദ്യാർത്ഥികൾ ഇവിടെ മുമ്പിലേക്ക് നിങ്ങൾ അങ്ങോട്ടേക്ക് ഇരുന്നോളൂ. ചെറിയ കുട്ടികളൊക്കെ ബേക്കിലേക്ക് ഇരുന്നോളൂ. ഇവരെ മത്സരം കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉണ്ടാവും വേറെ കേട്ടോ. ഇൻഷാ അല്ലാഹ്. അവര് ബേക്കിൽ തുടങ്ങി കൊടുത്താ പോരെ. അപ്പോൾ ജനങ്ങൾ പ്രസ്താവന പറയുന്നത് അല്ലേ, ആദ്യമായിട്ട് നമുക്ക് ഇതിനെ സാഹചര്യം വെട്ടി തന്ന സാമാരോടൊക്കെ ഇവിടെ നന്ദിയുണ്ട്. സാമാര് ഒറ്റത്തോടു കൂടി അനുഭവത്തോടു കൂടി നമ്മൾ പരിപാടി തുടങ്ങി. ഞങ്ങൾ വീട്ടിൽ അറിവുള്ളവളൊന്നല്ല, പഠിച്ച അറിവ് അത് ശരിയാണ് നോക്കാൻ വേണ്ടി ഉത്തരം പറയുമ്പോൾ അത് ഒറ്റ ഉറപ്പാണല്ലോ ശരിയാണെന്നുള്ളത്. അതിനുവേണ്ടി ജഡത്തൊക്കെ ഉണ്ടെങ്കിൽ സാമാർ ടീച്ചർ തരും വിദ്യാർത്ഥി. അപ്പോൾ നമുക്ക് ചെറിയ ജോലികൾ വെക്കുക. പോയിന്റാണ് കൂടുതൽ പോയിന്റ് നടുവെട്ടി പ്രൈസ് ഉണ്ട് കേട്ടോ. ഫസ്റ്റ് സെക്കൻഡ് അവർ ഫസ്റ്റ് പ്രൈസ് പിന്നെ പോയിന്റ് ഒരേ പോയിന്റ് ഉള്ളവരാണെങ്കിൽ ആ ഫസ്റ്റ് പ്രൈസ് ഒരു പങ്കും കേട്ടോ. ഒരാൾ രണ്ടാൾക്കാണെങ്കിൽ ഇപ്പോൾ സെക്കൻഡ് പ്രൈസ് ആയിരുന്നു. ഇതിൻ്റെ അടുത്ത് നല്ല ജോലികൾ വരുമ്പോൾ വേറെ കാഴ്ച പ്രൈസ് ഉണ്ടാവും. ശരിയാ 2 റുപ്യ 3 റുപ്യ കഴിച്ചിപ്പോൾ നിങ്ങളൊക്കെ ഇവിടെ നോക്കണ്ടല്ലേ, ഇവിടെ ഉള്ളതല്ലേ ഉണ്ടാകാൻ പറ്റണ്ടല്ലേ. നമ്മൾ തുടങ്ങാൻ ആദ്യം നമുക്ക് വലിയ കുട്ടികൾക്ക് പിന്നെ ചെറിയ കുട്ടികൾക്ക് ചോദിക്കാം. അപ്പോൾ അതിൽ എഴുതിക്കൊണ്ട് ആദ്യം ചോദ്യം, ഖുർആനിൽ ആകെ എത്ര സൂറത്തുണ്ട്? ഖുർആനിൽ ആകെ എത്ര സൂറത്തുണ്ട്? കോപ്പി അടിക്കുന്നതും ഇത്ര അടുത്തിരിക്കുമ്പോൾ പുസ്തകമായി നോക്കും. അവിടെ എഴുതിയാൽ മതി. പുസ്തകമായി ചെക്ക് ചെയ്യും. ഇത്ര ശരിയായിരിക്കും പോയിന്റ് ഉണ്ടാവും. കൂടുതൽ സമയം ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് കൂടുതൽ ജോലി ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് കുറഞ്ഞ സമയം ഉണ്ടാവും കേട്ടോ. 1 മിനിറ്റ് 2 മിനിറ്റ് ടൈം ഉണ്ടാവും. കഴിഞ്ഞാൽ പിന്നെ അടുത്ത ജോലി വരും. അറിയാത്തവർ അധികം ഇതണ്ട. എഴുതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ഥലമായി ചെക്ക് ചെയ്യും. അപ്പോൾ അതൊക്കെ നോക്കിയാൽ രീതി പിന്നെ താഴെ ചോദി കറക്റ്റ് ഇതിലൊക്കെ 114 സുഹൃത്താണ് ഖുർആനിലാകാനുള്ളത്. അത് 20 എഴുതി ഉസ്താദോടെ പോയിന്റ് ചെയ്തു. അപ്പോൾ അടുത്ത ചോദ്യം ചോദിച്ചാൽ ശ്രദ്ധിക്കുക കേട്ടോ. ഖുർആനിൽ ആകെയുള്ള ആയത്ത്, ഖുർആനിൽ ആകെ എത്ര ആയത്തുണ്ട്? ആയത്ത് കേട്ടോ, ആയത്ത്. ഖുർആനിലെ ആകെയുള്ള ആയത്ത്. പണ്ഡിതന്മാരുടെ 2 അഭിപ്രായമുണ്ട്. 2-ലെ 1 എഴുതാനും പാലിട്ടു കേട്ടോ. ഒരു മിനിറ്റ് ടൈം ഉണ്ടാവുള്ളൂ. നമുക്ക് ചോദ്യം ചോദിക്കാൻ സമയം ഉണ്ടാവില്ല.
അതുകൊണ്ട് എഴുതി കഴിഞ്ഞാൽ പിന്നെ താല്പര്യം അസ്താവ് പറയുമ്പോൾ പിന്നെ താല്പര്യം അസ്താവ് പറയും 1 മിനിറ്റ് മതി. ഒഴിവാക്കണം. 6666 70 ഇപ്പൊ 6236 എഴുതാനും കുഴപ്പമില്ല. പണ്ഡിതന്മാരുടെ രണ്ടഭിപ്രായം ഫോണിലല്ല 6666 അല്ലെങ്കിൽ 6236 അത് എഴുതിണ്ടോ? 66 എഴുതാനും കുഴപ്പമില്ല. ഒരാളുള്ളൂ അല്ലേ? അപ്പൊ അടുത്ത ചോദിക്കാം. ഖുർആനിലെ ബിസ്മില്ലാത്ത സൂറത്ത്, ഖുർആനിലെ സൂറത്തിൽ ബിസ്മില്ല ഇതിനോട് എഴുതിക്കോളൂ. എഴുതി കഴിഞ്ഞല്ലേ? ഓണാക്കില്ലേ നിങ്ങള്? ആണല്ലേ? ആ ഓണം. തൗബ എഴുതിയൊരു നിൽക്കുകയാണ്. സൂറത്ത് തൗബ അതാണ് ബിസ്മില്ലാത്ത സൂറത്ത്. 114 സൂറത്തിൽ ബാക്കിയുള്ള ബിസ്മിയുണ്ട്. ഇതാണ് കഴിഞ്ഞില്ലേ? അടുത്ത കഴിഞ്ഞിരിക്കുക. അപ്പോൾ തൗബയിൽ ബിസ്മില്ല ആകെ 114 സൂറത്താണ് ഞങ്ങൾ പറഞ്ഞു വരുന്നത് അല്ലേ? അപ്പൊ ഖുർആനിൽ ആകെ എത്ര ബിസ്മിയുണ്ട്? ആകെ ബിസ്മി ഖുർആനിൽ ആകെ എത്ര ബിസ്മിയുണ്ട്? 114 സൂറത്താണ് പറഞ്ഞു. ഒന്ന് തൗബയിൽ ബിസ്മില്ല എന്ന് പറഞ്ഞു. ഖുർആനിൽ ആകെ എത്ര ബിസ്മിയുണ്ട്? ഇത് കഴിഞ്ഞാൽ അതായത് 114 ബിസ്മിയാണ് ഇവിടെ ആകുള്ളത്. അത് ഇതിലൊഴിച്ചോളി. 114 ഉണ്ട്. 114 ബിസ്മിയാണ് ഖുർആനിലുണ്ട്. ആ രണ്ടാളുണ്ട്. അതിനാണ് അങ്ങനെ ചോദിച്ചത്. ഒരു സൂറത്തിൽ 2 ബിസ്മിയുണ്ട്. അപ്പൊ 114 ആൾക്കാരില്ല. തൗബയിൽ ബിസ്മില്ല, അതുപോലെ വേറെ സൂറത്തിൽ 2 ബിസ്മിയുണ്ട്. അപ്പൊ 114 ഉണ്ട്. നിങ്ങൾക്ക് 113 ഇല്ലേ അല്ലേ? നിങ്ങൾ പഠിച്ചാണ്. അപ്പൊ 114 രണ്ടാറുണ്ട് അല്ലേ? അപ്പൊ സൂറത്ത് 2 ബിസ്മിയുള്ളതാണ്. അപ്പൊ 2 ബിസ്മിയുള്ള സൂറത്ത് ഏതാ? എനിക്ക് ആ 2 ബിസ്മിയുള്ള സൂറത്ത് ഏതാ ഖുർആനില്? ഒരു സൂറത്തിന് ബിസ്മി ഞങ്ങൾ പറയും തൗബ. 2 ബിസ്മിയുള്ള സൂറത്തില് ആ ബിസ്മിയാണ്. ഒന്ന് തുടക്കത്തിൽ ഒന്ന് ഒളികൾ വെക്കുമ്പോ ഒരായത്തിലുള്ള ബിസ്മി. ഇത് കഴിഞ്ഞ പറഞ്ഞു. അല്ല ബക്കറിന് 2 ബിസ്മില്ല, ഞങ്ങൾ 1 ബിസ്മിയേ ഉള്ളൂ. സൂറത്ത് നംല് സൂറത്തിലെ 2 ബിസ്മില്ല കേട്ടോ. സൂറത്ത് നംല് അതാരും എഴുതിയില്ല. അപ്പൊ അടിയുള്ളൂ. അള്ളാഹു താല ആദ്യമായി സൃഷ്ടിച്ചത് ആരാണ്? അള്ളാഹു താല ആദ്യമായി സൃഷ്ടിച്ചത് ആരാണ്?
മതിയോ? വിജയിച്ചത് ഒരാളുണ്ടല്ലോ മാഷാ. ആരെ ഇനി പറഞ്ഞോളി. അതിനെന്ത് എന്താ വെച്ചു പോയി. അതാ നബിത്തങ്ങളെ പ്രകാശത്തെ, നബിത്തങ്ങളെ പ്രകാശത്തെയാണ് നോക്കാതെ അധിവസിച്ചത്. നബിത്തങ്ങളെ നോക്കുന്ന അതാണെങ്കിൽ ഇതോട് എനിക്കറിയാം. അടുത്തത് ഒരു പോയിന്റ് കേട്ടോ. 50 റുപ്യ ഒരു പോയിന്റ്. 50 റുപ്യ അത് ഒന്നും കൊണ്ട് ആളെ പറയുന്നെങ്കിൽ 50 റുപ്യ പങ്ക് കൊടുക്കുക കേട്ടോ. 50 റുപ്യ ഒന്നും കൊണ്ട് ആളാ പറയുന്നത്. നബിത്തങ്ങൾ ജനിച്ച വർഷത്തിന് ഒരു പേര് പറയുന്നത്. പേരെന്താണ്? ആ പേര് മലയാളത്തിൽ പറഞ്ഞു. നബിത്തങ്ങൾ ജനിച്ച വർഷത്തിന് പേര് പറഞ്ഞു. എന്താ പേര് പറയുക? ആ വർഷത്തിന് പേര് പറയും. അത് പറഞ്ഞെങ്കിൽ പോയിന്റ് ഉണ്ടാവും, 50 റുപ്യ ഉണ്ടാവും. വർഷത്തിൽ അറബിയിലും മലയാളത്തിലും പറയണം. ചെന്നോളൂ. 50 റുപ്യ ഉണ്ടാവും. ചെറിയ കട്ടി വേണ്ടി 2 തൊള്ളി വേണ്ടി ഒരു പോയിന്റ് ഉണ്ടാവും. ഇതൊരു പറഞ്ഞോളി മോളെ പറഞ്ഞു. അതേ ചെയ് ആനക്കലക വർഷം രാമോൾപ്പിയിൽ കേട്ടിനാലോ? കേട്ടിട്ടങ്ങള് അത് എബ്രഹത്തും കൂട്ടരും ആനമായ കഥ വിളിക്കാൻ മതി. ആ വർഷമാണ് ഞങ്ങൾ ജനിച്ചത്. അതാണ് ഇങ്ങനെ ആനക്കല വർഷം എന്ന് പറഞ്ഞ കാരണം. രാമോൾപ്പിയിൽ മാസം പാലേരി അല്ലേ? ഉസ്താദി പോകാൻ സ്ഥലങ്ങളിൽ വളരെ വലിയ വിശ്വാസം. അടുത്തത് 200 റുപ്യ മതി കേട്ടോ. 200 റുപ്യ ഉത്തരപ്പാടിക്ക് 200 റുപ്യ. അതിൽ കൂടുതൽ ആൾക്കാണെങ്കിൽ പൈസ പങ്കുവെക്കാം കേട്ടോ. നബിത്തങ്ങൾക്ക് എത്ര മക്കളുണ്ട്? അവന് പേരും അടിലോട്ടിച്ച് പറഞ്ഞു. ഇതാണ് അടിലോട്ടിച്ച് പറഞ്ഞാൽ മതി. ഇതൊന്നുമില്ല. നബിത്തങ്ങൾക്ക് ആകെ എത്ര മക്കളുണ്ട്? അവരുടെ പേരും 200 റുപ്യ ഒരു പോയിന്റ്. ഇത് ചെയ്തിട്ടോളി. 200 റുപ്യ ഉണ്ടാവും, ഒരു പോയിന്റ് ഉണ്ടാവും. കൂടുതൽ 4 പെണ്ണും 3 ആണുമാണ്. 4 പെൺകുട്ടികളും 3 ആൺകുട്ടികളും. പേരുകൾ ഇതേണ്ടത് ഒരാളൊക്കെ വിട്ടുപോയി നമുക്ക് അരിശ് ചെയ്യാം കേട്ടോ. 6 എണ്ണം കയ്യിൽ വെക്കണം, നമുക്ക് അരിശ് ചെയ്യാം. ഈ കഴിഞ്ഞ അടിച്ചു കേട്ടോ. Ini kayak ini.
എഴുതി കഴിഞ്ഞോ? സാഹചര്യമില്ല. ഓക്കെ ഫ്രണ്ടോ അവൻ എത്ര സമയം അപ്പൊ ഇരുപടി ഇരുപടിക്കുന്നോളി ഇതിനാ ഇതിന്റെ എണ്ണ ചെയ്ത് ഇല്ല ഇതിനാ കൊച്ചു കൊച്ചിലായിട്ട് ഇത്ര കുട്ടികളാകെ ഇരുപത് മൂന്നാളെ പേര് മൂന്നാല് പേരേ ഉള്ളൂ അല്ലേ? അതെത്ര ആളെ ഇരിക്കണേ? ഒരാളോ? ഒരാളെ ബാക്കിയുള്ളത് രണ്ടാളെ പേര് ആ അതുപോലെ അപ്പോ നബിതങ്ങൾക്ക് 7 മക്കളാണുള്ളത്. 7 മക്കള്: കാശിം, അബ്ദുള്ള, ഇബ്രാഹിം ആൺകുട്ടികൾ. ഇവിടെ സൈനബ്, റുഖിയ റളിയല്ലാഹു അൻഹ, ഉമ്മു കുൽസൂം റളിയല്ലാഹു അൻഹ, ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ. ആയില്ലേ? 4 4 3 7. അത് മുഴുവനാലും എഴുതിയില്ല അല്ലേ? 3 എഴുതിയിട്ടുള്ളൂ. പോരാ. ഒരു 5 6 ഉണ്ടെങ്കിൽ നമുക്ക് പൈസ അടിക്കും. പാർട്ടി വരും. ഖുറാനിൽ ഏറ്റവും കൂടുതൽ ആവർത്തിച്ച് വന്ന ആയത്ത്, ഖുറാനിൽ ഏറ്റവും കൂടുതൽ വന്ന ആയത്ത് ഒരു സൂറത്തിൽ കൂടുതൽ ആയത്ത് വന്നു. ഏത് സൂറത്തിലാണ് കൂടുതൽ ആയത്ത് വന്നത്? ഖുറാനിൽ. ആ സൂറത്തിന് വരുമായ ആയത്ത് 250 ഉണ്ടാവും. പോകാനുണ്ടാവും. ഖുർആനിൽ ഏറ്റവും കൂടുതൽ ആവർത്തിച്ചു വന്ന ഒരു ആയത്തുണ്ട്. തോന്ന പ്രാവശ്യം വന്നു. ഇതൊക്കെ അറിയുന്നതാണ്. നമ്മൾ പഠിച്ച സൂറത്താണ്. വാക്യന്റെ ഒക്കെ അടുത്തുള്ള സൂറത്താണ്. ഉത്തരം പറയുമെങ്കിൽ 50 ഉണ്ടാവും. ഒന്നിൽ കൂടുതലാണ് വരികയാണെങ്കിൽ 50 പങ്കുവെക്കുക. എഴുതി കഴിഞ്ഞോ? ആറിലാണ് 9 മാഷാ അല്ലാഹ്. അതൊന്നും ഇതിനകത്ത് റഹ്മാൻ സൂറത്തിൽ അല്ലേ? തോന്നാഴ്ച വന്നില്ലേ? റഹ്മാൻ ഇതല്ല സൂറത്ത് ഇതാണോ? റഹ്മാനാണെങ്കിൽ ആയത്ത് അഴിയിൽ മതി. എന്ത് ചെയ്താല് റഹ്മാന്റെ അതായത് ഈ പൈസ പാടില്ലേ?
50 രൂപ അല്ലേ ഓനാണ് പറഞ്ഞത് 50 രൂപ 50 രൂപ എല്ലാവരും അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അപ്പൊ അത്യാവശ്യം 500 പേര് ഉത്തരം പറഞ്ഞു കേട്ടോ 500 പേര് പറഞ്ഞു ഉത്തരം പറഞ്ഞു ഈ അറഹ്മാൻ ആ സൂറത്തിൽ എത്ര പ്രാവശ്യം വന്നിട്ടുണ്ട് അറഹ്മാനിൽ ഈ 15,000 റബിക്കുമാ തുക്കദിവാൻ എത്ര പ്രാവശ്യം വന്നിട്ടുണ്ട് 500 പേര് വായിച്ചു എത്ര പറഞ്ഞു അറഹ്മാൻ സൂറത്തിൽ ആകെ 78 ആയത്താണ് അറഹ്മാന് അതിൽ 15,000 റബിക്കുമാ തുക്കദിവാൻ എത്ര പ്രാവശ്യം വന്നിട്ടുണ്ട് അതിലൊക്കെ എഴുതിപ്പോയി ചിലപ്പോൾ അവിടെ ശരിയാണെങ്കിലോ വെറുതെങ്കിലും അതിൽ എത്ര തവണ ഇരുപത് വീശുന്നുണ്ട് വേറെ കഴിയുന്നു 500 സ്പോൺസർ ചെയ്ത് 500 റുപ്യ അപ്പുറം പറഞ്ഞു പഠിക്കുന്ന സമയത്ത് പഠിക്കണമെന്നില്ല ചെയ്തല്ലേ ഞാൻ പറയട്ടെ പിന്നെ താല്പര്യം വേണ്ടാവും ഉത്തരം പറയാൻ പിന്നെ താടി മോള് പിന്നെ ഞാൻ ചെയ്യുന്നുള്ളതാ 31 പ്രാവശ്യം അറിയുക മാഷാ അല്ലാഹ് 31 ആളുടെ 31 പ്രാവശ്യം അഭിപ്രായം ചെക്കിലൊക്കെയാണ് ഇനി പിന്നെ വാക്ക് എങ്ങനെ ഞങ്ങൾ പഠിച്ചു വെച്ചത് മക്കളെ 31 എണ്ണീക്കുക ആദ്യം 78 ആയത്തില് 47 കൊടുത്തത് 31 പ്രാവശ്യം പറഞ്ഞതായ ആളാണ് അപ്പോൾ വാങ്ങിക്കോളൂ 500 റുപ്യ പുസ്തകം കൊടുക്കണ്ട് നിങ്ങൾക്കുള്ള 3 ആളുകൾ പുസ്തകങ്ങളോ ഇരിക്കും കേട്ടോ അതുപോലെ 3 പേരെ കാർഡ് ജയിച്ചോളി ഒരു 3 പേര് അപ്പൊ അടുത്ത വീട്ടിൽ ഖുർആനിലെ ഏറ്റവും ശ്രേഷ്ഠമായ ആയത്ത് നമ്മളൊക്കെ ചില ആയത്താണ് ആയത്ത് ഒരുപാടിൻ്റെ ഒരു പോയിന്റ് 20 റുപ്യ അത്ര പറഞ്ഞു ശരിയാ ഖുർആനിലെ ഏറ്റവും ശ്രേഷ്ഠമായ ആയത്ത് പറഞ്ഞു നമ്മള് പഠിച്ചതാണ് റാത്തീബിലൊക്കെ ഉള്ളതാണ് എന്ത് വേണം പോകും അതിനാണ് വലിയ മൂല്യം ഇത് കഴിഞ്ഞ പെരുന്നാളുണ്ട് കേട്ടോ ആയത്തിനെ കുറിച്ച് ആലോചന പെരുന്നാൾ അന്വേഷണ ആയത്തിനെ കുറിച്ച് ചിന്തിക്കുക ആയത്തിനെ കുറിച്ച് എഴുതിയോട് കമ്പനി പെടാൻ കുഴപ്പമില്ല സുഹൃത്ത് ആയത്തുകൾ ഇരിക്കണ്ടോ റുപ്യ പങ്കെടുക്കാനുള്ളത് നിങ്ങൾ 4 ആളുള്ളത് പറഞ്ഞ് 4,500 റുപ്യ പുസ്തകം കേട്ടോ 20 റുപ്യ പറഞ്ഞത് അടുത്തത് അല്ല 500 റുപ്യ 4,20 റുപ്യ ഓപ്പറേ ചെയ്തു 40 20 ഉണ്ടായിപ്പോയത് അപ്പൊ അടുത്ത വരിക അടുത്തത് 100 റുപ്യ പറഞ്ഞു കേട്ടോ ആയത്തെ കുറിച്ച് ഏത് സുഖത്തിലെ എത്രാമത്തെ ആയത്ത്
ഇപ്പൊ പറഞ്ഞ യാത്രയെ കുറിച്ച് ഏത് സൂറത്തിലുള്ളതാണ് എത്രാമത്തെ ആയത്താണ്? 100 കേട്ടോ. ഏത് സൂറത്തിലാണ്? എത്രാമത്തെ ആയത്താണ്? അതിന് ക്ലൂ ഒന്നും വേണ്ട. ചെറിയ ചോദ്യങ്ങളാണ്, ചെറിയ കുട്ടികളെ കൊണ്ടാണ് ചെറിയ ചോദ്യം ചോദിക്കുന്നതും കേട്ടോ. വലിയ കുട്ടികളെ ചോദിച്ചാൽ പോക്കറ്റ് കാര്യം കിട്ടും, ഉള്ളൊരു മതി. സൂറത്തറിയില്ല ഇത് ഏത് സൂറത്തിലാണോ അറിയില്ലേ? ആയത്തോ ഇവരേട്ട് പെരുതാക്ക് വഴി പെരുതാക്ക് വേണം സൂറത്ത് ബഖറ 255 ആയത്തിലാണ് ആയത്തെ കുറിച്ചുള്ളത്. 255 അത് ഇല്ലേ ആവര ആയത്തിലാണ്. 255 ആയത്താണ് ബഖറയിൽ ആയത്തെ കുറിച്ചുള്ളത്. അടുത്തത് ഖുർആനിലെ ഏറ്റവും വലിയ ആയത്ത്. ആയത്ത് 2 വരെ 3 വരെയൊക്കെ ഉണ്ടാവുള്ളൂ. ഈ ഒരു ആയത്ത് ഒരു പേജ് ഫുള്ള് ആയത്താണ്. ഒറ്റ ആയത്ത്. ആ ആയത്തിൽ അങ്ങനെ പേരില്ല, പേര് പറഞ്ഞത് 50 പേര്. വലിയ ആയത്ത്, ഖുർആനിലെ ഏറ്റവും വലിയ ആയത്ത്. ഒരു പേജ് ഫുള്ളായ ആയത്തുണ്ട്. ആയത്തിന്റെ ഒരു പേരില്ല, പേര് പറഞ്ഞാൽ മതി. ₹100 ഒരു പോയിന്റ്. ശരിയാ, എഴുതി കഴിഞ്ഞിട്ട് നാട്ടിൽ ഇതിലാണ് എഴുതി കഴിഞ്ഞിട്ടുണ്ടാവും. ഇത് നാട്ടിൽ ആയത്തുദ്ദേ ഇതോടിച്ചിട്ടുണ്ട്. ആയത്തുദ്ദേ കേട്ടോണോ? ആയത്തുദ്ദേ ഈ കടത്തിനെ പറ്റിച്ചൊക്കെ പരാമർശിക്കുന്ന ആയത്താണ്. കടകളെ പറ്റിച്ച് അതാണ് ദൈവത്തിന്റെ പേരുണ്ട്. ആയത്തുദ്ദേന്റെ പേരുണ്ട്. ബഖറ സൂറത്തിൽ 282 ആയത്താണ്. അത് ചോദിച്ചാൽ പറയില്ല. അപ്പൊ അതാരോഗ്യമില്ല, അപ്പൊ അടുത്ത ചോദിക്കില്ല. അടുത്ത 50 പേര് പറഞ്ഞു കേട്ടോ. നബി തങ്ങൾക്ക് 7 മക്കളാണ് നമ്മൾ പറഞ്ഞു അല്ലേ? അത് 7 മക്കൾ ആരിൽ നിന്നാണുള്ളത്? 100 പോലെ. ആ 7 മക്കൾ ഏത് ഭാര്യമാരിൽ നിന്നുള്ളത്? കേട്ടോ, നബി തങ്ങൾക്ക് കുറെ ഭാര്യമാരില്ലേ? ഇല്ല, 7 ഭാര്യമാരിലാണ് ഈ മക്കളുണ്ടായത്. എഴുതിക്കളി. എത്ര ഭാര്യമാരുടെ മക്കളുണ്ടാകുന്നത് അത് ആ ഭാര്യമാരെ പേരും. ₹100 പോയിന്റ്. ഇതൊരു എണീച്ചെന്ന് പറഞ്ഞോ. ഇപ്പൊ ഇതിലാദ്യം എണീച്ചിക്ക. മിസ്കോളി വെച്ചാലും കുഴപ്പമില്ല, എണീച്ച് പറഞ്ഞാൽ മതി. പിന്നെ അതിനോട് എഴുതിക്കാനല്ലേ ഒരാൾ വരുമ്പോൾ പറയണം. അപ്പൊ എനിക്ക് നോക്കിയാൽ മതി. മക്കള് ഖദീജ റളിയല്ലാഹു അൻഹയാണ്. 6 മക്കൾ. ഒറ്റ മോനെ മരിയത്തിൽ കിട്ടിയ കേട്ടുകണം. എത്ര ഭാര്യ? ഖദീജ പോലെ 7 മക്കളുമാണ്. ഖദീജയ്ക്ക് 6 കുട്ടികളാണ്. ഖദീജയ്ക്ക് 6 മക്കളാണ്. അങ്ങനെ 6 ഇരിക്കുന്നാലോ ഇല്ല. ഖദീജാബിനെ മാത്രമേ എഴുതിയാലുള്ളൂ അല്ലേ? എത്ര മക്കൾ എഴുതിയല്ലോ? 6 ഖദീജ എഴുതിയെങ്കിൽ എന്താ ചെയ്യും? 7 മക്കളാണ്. ലാസ്റ്റ് ഒരു മോനെ പ്രായനാഥ മോനെ മാലിക്ക് കിട്ടിയിട്ടുള്ളതാണ്. ലാസ്റ്റ് പ്രായം പറഞ്ഞു ചെറുപ്പത്തോടെ 1.5 വയസ്സുള്ള വെച്ചുകൊണ്ടു. അപ്പൊ അടുത്ത ചോദ്യം ചോദിക്കാം.
അടുത്ത 50 റുപ്യ ചോദിക്കും കേട്ടോ. നബിത്തങ്ങളുടെ ജനന സമയത്ത് ഒരു തടാകം വറ്റിപ്പോയി. ഏത് തടാകം? നബിത്തങ്ങളുടെ ജനന സമയത്ത് ഒരു തടാകം വറ്റിപ്പോയി. അറിയോ? 50 റുപ്യ വേണ്ടു. ജനന സമയത്ത് ഒരുപാട് അത്ഭുതങ്ങൾ ഉണ്ടായിരുന്നല്ലോ. ആ അത്ഭുതങ്ങളിൽ ഒന്നാണ് സാവത്തടാകം ഒരാള് ഇല്ല എങ്ങനെ പഠിച്ചത്? അത് പഠിച്ചല്ലേ? അനുഭവത്തിൽ വേണ്ടി സാവത്തടാകം അടുത്തത് പോയിന്റ് പരിശോധന. നഖം വെട്ടുന്ന സുന്നത്തായ രൂപ മനുഷ്യന് കാട്ടിക്കൊടുത്താണ്. നഖം വെട്ടുന്ന സുന്നത്തായ രൂപ, നഖം വെട്ടുന്ന സുന്നത്തായ രൂപ അങ്ങനെ സുന്നത്താണ്. അങ്ങനെ ഞാൻ വെട്ടല് നമ്മളൊക്കെ വെട്ടുന്നുണ്ട്. അതുകൊണ്ട് തുടങ്ങി ഏതാണ് തുടങ്ങല്? ഇവിടെ അവസാനം ചെയ്യാൻ അങ്ങനെ ഏത് കഴിഞ്ഞാലും എണീച്ചിട്ടുള്ളൂ. എനിക്ക് ഏത് വേഗിൽ നിന്ന് തുടങ്ങി ഏത് വേഗിൽ അവസാനിക്കുന്ന ഏരിയയാണ്. അറിയാത്തവരുണ്ടെങ്കിൽ ഇനിയിപ്പോ ഇതേമായി ചെയ്യാട്ടോ. സുഖത്തോ രേഖപ്പെട്ടപ്പോളെ നമ്മൾ വെറുതെ എന്തെങ്കിലും ഒരു അറിവ് പോലും കിട്ടണം. അതെ അതല്ലേ? അപ്പൊ പരിപ്പൊക്കെ അത് നോക്കണം. എഴുതി കഴിഞ്ഞോ? അല്ല ഓക്കെ ഫ്രണ്ട് ആണ് വെട്ട കഴിഞ്ഞ് ചൂട്ടുവേലുമ്പോൾ തുടങ്ങാം. അതാ സുന്നത്ത്. പിന്നെ ചൂട്ടുവേല് കഴിഞ്ഞിട്ട് കേട്ടിട്ട് ചിന്നമ്പേല് കഴിഞ്ഞാൽ തള്ളവേല് പിന്നെ കേട്ടോ. അതായത് പറഞ്ഞു ചൂണ്ടുവിരലിൽ നിന്ന് തുടങ്ങി ചെറുവിരല് പിന്നെ അവസാനം തള്ളവിരൽ അങ്ങനെ ഇരിക്കണം. പിന്നെ എട്ട കഴിഞ്ഞ് ചിന്നമ്പേലുമ്പോൾ തുടങ്ങി തള്ളവേല് വരെ. നിങ്ങൾക്ക് പോയാൽ വലിയ നഖം വെട്ടുമ്പോ അങ്ങനെ ചെയ്യാം കേട്ടോ. സുന്നത്താ നിമിത്തങ്ങൾ സുന്നത്തൊന്നും നമ്മൾ ഒഴിവാക്കണം. സോറി ഡിവൈഡ് അറിയില്ല 500 ഞാൻ പറഞ്ഞു ആദ്യം എനിക്ക് 500 ഞാൻ അയച്ചു പോകും ഒരാഴ്ച തിരിച്ചു 500
എനിക്ക് ഇത് 0 വെച്ചിട്ട് 50 തന്നാലേ 50 വയ്ക്കാൻ വരും അമ്പത് 25 60